നമസ്കാരം. കേരളത്തിലും ഹമാസ് പ്രേമികൾ ധാരാളമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. ഇസ്രായേൽ ഹമാസ് പ്രശ്നമുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായപ്പോൾ തന്നെ നമ്മളെല്ലാവരും പല രീതിയിൽ അത് കണ്ടതാണ്. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി ഉൾപ്പെടെ CPM എന്ന് പറയുന്ന സഖാക്കൾ ഉൾപ്പെടെ മത തീവ്രവാദ ശക്തികൾ ഉൾപ്പെടെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും കോഴിക്കോട് മഹാസംഗമം നടന്നതുമൊന്നും നമ്മൾ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ഇവിടെ ഭീകരവാദികളെ വെള്ളപൂശാനും ന്യായീകരിക്കാനും പലരും പല രീതിയിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും ചർച്ചകളും ചില പ്രസ്താവനകളും ഒക്കെ ഉണ്ടായി. അത് സംബന്ധിച്ച് സാംസ്കാരിക പ്രവർത്തകനും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഡോക്ടർ ഭാർഗവ റാം അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. കേരള ഹമാസ് കൊഴുക്കുമ്പോഴും ഹമാസിനെ നിരോധിക്കാത്തത് എന്തേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ ഭാർഗവ റാം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ പാക് അധിനിവിഷ്ട കശ്മീരിൽ കൃത്യം ഒരു മാസം മുൻപ് നടന്ന കൂറ്റൻ ഇന്ത്യ വിരുദ്ധ പ്രകടനത്തിലും സമ്മേളനത്തിലും ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ നേരിട്ട് പങ്കെടുത്ത് ഇന്ത്യ വിരുദ്ധ നിലപാട് വ്യക്തമാക്കുകയും അതുപോലെ ഭാരത വിരുദ്ധ നിരോധിത ഭീകരവാദ സംഘടനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ ലക്ഷ്യപൂർത്തിക്കായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അന്ന് രാഷ്ട്രത്തിൽ ആകമാനം ഹമാസ് നിരോധനത്തിനായുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നതാണ്. അതിനു മുൻപ് പല അവസരങ്ങളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹമാസ് അനുകൂല പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ കോഴിക്കോട് ബീച്ചിൽ വടക്കൻ ജില്ലകളിലെ ഹമാസ് അനുകൂലികളെ സംഘടിപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റി ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ ഹമാസ് അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തത്. ഹമാസ് എന്ന പേരിൽ അറിയപ്പെടുന്നില്ല എങ്കിലും കേരളത്തിൽ ഹമാസിന്റെ സംവിധാനം അനുകൂലികളുടെ കൂട്ടം നിലകടന്ന് സുസജ്ജമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ട്. തുടക്കം മുതൽ തന്നെ കേരള ഹമാസ് നേതാക്കൾ പറയുന്ന ന്യായീകരണം ഇന്ത്യയിൽ ഹമാസ് നിരോധിത സംഘടന അല്ല എന്നുള്ളതാണ്. വളരെ എളുപ്പമുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഹമാസ് എന്ന പേരിൽ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഹമാസ് കേരളത്തിൽ ഇന്ത്യയിൽ നിരോധിത സംഘടനയല്ല എന്ന് പറയുന്നു. ഈ പഴുത് ഉപയോഗിച്ച് കേരളത്തിൽ പ്രത്യേകിച്ചും സുസജ്ജമായ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്താൻ JEM പോലുള്ള സംഘടനകളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹമാസിന് കഴിയും. ഒരു മാസം മുൻപ് കശ്മീർ ഭീകരന്മാരുമായി ചേർന്ന് ഹമാസ് ഇന്ത്യക്കെതിരെ എന്തൊക്കെ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതിന്റെ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിരിക്കെ ഹമാസിനെതിരായ നിരോധന പ്രക്രിയയിലേക്ക് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി പ്രവേശിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാർഗവ റാം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഹമാസ് എന്ന പേരിൽ ഒരു സംഘടന കേരളത്തിലോ ഇന്ത്യയിലോ പ്രവർത്തിക്കുന്നുണ്ടാകില്ല, പക്ഷേ അതിന്റെ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പലതരത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പല സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഹമാസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നു. ഹമാസ് തീവ്രവാദികൾക്ക്, ഹമാസ് പോരാളികൾ എന്ന് അവർ പറയുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി, മതഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ, അമിത്ഷാ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കണം. ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചുകൊണ്ട് ഹമാസ് എന്ന പേരിൽ അല്ലെങ്കിൽ ഹമാസിന് അനുകൂലമായ എന്തെങ്കിലും പേരിൽ ആര് എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും തീർച്ചയായിട്ടും അവരെ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവരെ അകത്താക്കുന്നത് ഉൾപ്പെടെ അവരെ ഇന്ത്യ വിരുദ്ധ ശക്തികളെന്ന് മുദ്രകുത്തി അവർക്കെതിരെ രാജ്യദ്രോഹത്തിന് എതിരായ നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധതയാണ് ഹമാസിന്റെ ലക്ഷ്യം. ഹമാസ് പോലുള്ള ഹമാസിന് സമാനമായ സംഘടനകളുടെ ഒക്കെ തന്നെ ലക്ഷ്യം എന്ന് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ വൃത്തികെട്ട നടപടിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭരണത്തിൽ വരുമെന്ന് പറയുന്നു, PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ ഹമാസ് അനുകൂല നിലപാടുകളും ഹമാസിന് വേണ്ടി പ്രാർത്ഥനകളും പ്രാർത്ഥനാ സംഗമങ്ങളും നടത്തി രാജ്യദ്രോഹ ശക്തികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറരുത് എന്ന ഒരു ചെറിയ അഭ്യർത്ഥന കൂടി ഇതോടൊപ്പം വയ്ക്കുന്നു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാ സാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.